ആവേശത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, RCBയോ പഞ്ചാബോ എന്നുള്ള ആ വലിയ ചോദ്യമുണ്ട്. ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകരൊക്കെ തന്നെ. കൊച്ചിയിലെ ആരാധകർ എന്താണ് പറയുന്നത്? അനില, ഞാനിപ്പോൾ ഉള്ളത് ലുലുവിലെ ഫാൻ പാർക്കിലാണ്. ഇവിടെ ആളുകൾ ആരാധകരൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ന് മഴയായതുകൊണ്ട് കളികൾ അല്പം വൈകാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ആളുകൾ സാധാരണഗതിയിൽ ഈ സമയം മത്സരമൊക്കെ ആരംഭിക്കുമ്പോൾ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഇന്ന് അത്ര തിരക്കുകളില്ല. ഒരുപക്ഷെ ഒരു അല്പസമയത്തിനകം തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ്, ഒരു IPL എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവരും വളരെ കൃത്യമായ മാച്ചുകളിലൂടെ വളരെ ശക്തമായ ഒരു തയ്യാറെടുപ്പോടുകൂടി വരികയാണ്. ഒരുപക്ഷെ ആദ്യത്തെ സീസണിൽ യുവരാജ് സിംഗും മഹേല ജയവർദ്ധനയും സംഘക്കാരെയും ഒക്കെ ഉണ്ടായ ആദ്യത്തെ ശക്തരായ പഞ്ചാബിന് ശേഷം പിന്നീട് അങ്ങോട്ട് പഞ്ചാബിന് വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഈ വർഷത്തെ സീസണിലെ ടീം കരുത്തുറ്റൊരു ടീമാണ്. ആ ടീമിനെ അണിനിരത്തിക്കൊണ്ട് പഞ്ചാബ് എത്തുകയാണ്. ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇത്തവണ ആരായിരിക്കും എല്ലാ വർഷവും പറയുന്നത്? 18ാമത്തെ RCB രണ്ടുപേരും കൂടി വരൂ. ഈ വർഷം ഉറപ്പാണോ? ഉറപ്പ്. ഈ വർഷം ഫോം അത്ര ശക്തമായതുകൊണ്ടാണ്. പക്ഷെ പഞ്ചാബുമായി സ്ട്രോങ് അല്ല. ഇല്ല, കോഹ്ലി ഇപ്രാവശ്യം സെഞ്ചുറി അടിക്കും ഫൈനലിൽ. എന്താണ് ഈ വർഷത്തെ ഒരു സാധ്യത? RCB എന്താണ് ഈ വർഷം RCB ആണോ സാല കപ്പ് നിങ്ങൾ കൊണ്ടുപോയി? ഏതായാലും ആവേശത്തിലാണ് ആരാധകർ. എന്തായാലും ലുലുവിലടക്കമുള്ള പല ഇങ്ങനെ ഫാൻ പാർക്കുകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളിലൊക്കെ തന്നെ ആളുകൾ ഒത്തുകൂടി ഇങ്ങനെ കളി കാണാനുള്ള തയ്യാറെടുപ്പിലാണ്.